വർഷം മുമ്പ് ഡൽഹിയിൽ നിന്നും വീട് വിട്ടിറങ്ങിപ്പോയ ഭർത്താവിനെ തേടിയാണ് ഷഫീന ഇന്ന് പ്രവാസി ലോകത്തിലെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇവർ നടത്തുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചില കടപ്രശ്നങ്ങൾ തങ്ങൾക്കിടയിലുണ്ടെന്ന് ഷഫീന ഇവിടെ ബോധിപ്പിക്കുന്നു. സൈനുദ്ദീൻ ഇപ്പോൾ ദുബായിലാണ് ഉള്ളതെന്നാണ് ഷഫീനയുടെ വിശ്വാസം. എത്ര കാലമായി ഡൽഹിയിൽ? ഞങ്ങൾ 10 വർഷത്തോളമായി. എവിടെയാണ് സ്ഥലം? നിസാമുദ്ദീൻ. ഔലിയുടെ തൊട്ടടുത്ത? അടുത്ത. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്? അല്ല, റോഡ് സൈഡില്ല, ദർഗയുടെ ഉള്ളിലല്ല, പുറത്ത് റോഡിൽ. എങ്ങനെ ഡൽഹി ചെന്ന് വിട്ടു? ഡൽഹിയിൽ ചെന്ന് വിട്ടെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചത് 2005-ലാണ്. 2005 കല്യാണം കഴിച്ചിട്ട് എന്നെ അന്ന് ചെന്നൈയിലായിരുന്നു പുള്ളി പണി. എനിക്ക് അവിടെ ആ പണി എന്നൊക്കെ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് അവിടെ പോയതാണ്. അവിടെ ഇതുപോലെ കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ആക്കിയിട്ട് ആരെ കണ്ടാലും ഈ പൈസ പ്രശ്നവും ഇങ്ങനെ പേടിക്കൽ, കൊടുക്കൽ, തിരിച്ചു കൊടുക്കൽ, മേടിക്കലൊക്കെ ആവും. അങ്ങനെ ആയി. അവിടെ നിന്ന് പിന്നെ നാട് വിടേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. ഡൽഹിയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു പ്രശ്നത്തിലും ചെന്ന് തലയിടരുത്, എന്ത് കഷ്ടപ്പെടാനും ഞാൻ തയ്യാറായി, ഞങ്ങൾ ഹോട്ടലിൽ തുടങ്ങുന്നെങ്കിൽ തുടങ്ങി അങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഈ ഹോട്ടൽ തുടങ്ങുന്ന ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് 10 വർഷത്തോളം വന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് അങ്ങനെ ജീവിച്ചിട്ട് കുറച്ച് ഇതിനിടയിൽ കുറെ പ്രശ്നങ്ങളും ഉണ്ടാക്കി. വീട് വർക്കല? എന്റെ വീട് വർക്കല, പുള്ളി കണ്ണൂരാണ്. അത് എൻ്റെ ഈ മറ്റു വിവാഹം എന്തൊക്കെ വേർപെട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പത്രത്തിൽ വന്ന പരസ്യത്തിൽ നിന്നും ഇവര് അവിടെ അവരുമായിട്ട്. നിങ്ങൾ ആദ്യം വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെ മദ്രാസിലെത്തി? ഈ പുള്ളി കല്യാണം കഴിച്ചു കൊണ്ടുപോയതല്ല നാട്ടിൽ നിന്ന്. അത് ശരി. ഈ പത്രപരസ്യത്തിലൂടെയാണ് വർക്കലക്കാരിയായ നിങ്ങളെ കണ്ണൂർക്കാരനായ സൈനുദ്ദീൻ, എന്തായാലും സൈനുദ്ദീൻ അന്ന് എന്നോട് പറഞ്ഞത് മുഹമ്മദ് എന്നാ പേരെന്ന് പറഞ്ഞതാ. എന്നോട് കണ്ണൂരാണ് പറഞ്ഞില്ല. കണ്ണൂർ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പുകാരനാണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ വേറെ കല്യാണം കഴിച്ചിരുന്നോ? വേറെ ആദ്യ ഭാര്യ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 ആൺകുട്ടികൾ, അയാൾക്ക് 3 ആൺകുട്ടികൾ. വലിയ പടയാണ്, 5 ആള്. എന്നിട്ട് അദ്ദേഹം അവരെ ഒഴിവാക്കിയിട്ടാണോ നിങ്ങളെ കല്യാണം? അവര് ഒഴിവാക്കിയിട്ടില്ല, അവരുമായിട്ട് പോയി പിരിഞ്ഞിട്ട് 8 വർഷത്തോളം ആയെന്ന് പറഞ്ഞു. പത്രപരസ്യത്തിലൂടെ നിങ്ങൾ എഗ്രി ചെയ്യുന്നു, അയാളും എഗ്രി ചെയ്യുന്നു അല്ലേ? വിളിച്ചിട്ട് കല്യാണം വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാണ്? വീട്ടുകാർ അറിഞ്ഞ് തന്നെ കല്യാണം കഴിച്ചു. നിങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടോ? കണ്ണൂർ പോയിട്ടില്ല. നിങ്ങൾ തളിപ്പറമ്പിൽ പോയിട്ടില്ല? അദ്ദേഹം ഇങ്ങോട്ട് വരിക ചെയ്ത്? ഇങ്ങോട്ട് വരിക ചെയ്ത്. അങ്ങനെ നിങ്ങൾ പിന്നെ ചെന്നൈയിലേക്ക് 2 ആളും കൂടിയിട്ട്? അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്ത് ജോലിയായിരുന്നു നിങ്ങൾക്ക്? അവിടെ എന്നോട് പറഞ്ഞത് എക്സ്പോർട്ടിങ് ആണെന്നാ പറഞ്ഞത്, ചെമ്മീൻ്റെ. പക്ഷെ അതൊന്നും അല്ലായിരുന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു, ഒരു പണിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക്. ഇതിപ്പോ ഈ പരിപാടി കാണുകയാണെങ്കിൽ ചെന്നൈയില് നാട്ടിലെ മൂത്ത ആൾക്കാർക്ക് ഈ ആൾക്ക് പറിച്ചറിയാം. അതുകൊണ്ട് ഫോട്ടോ ഇതിൽ ഡെഫിനറ്റായിട്ട് ഫോട്ടോ കൊടുക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് അവിടെ വന്നത്? അല്ല, അത് പറയാൻ വേണ്ടിയല്ല. എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടും വസ്തുവും പുള്ളി വിറ്റ്. എന്നോട് പറഞ്ഞത് ബോംബെയിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അത് ഞാൻ വിറ്റിട്ട് നേരെ ഒരു നല്ല ഒരെണ്ണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ വസ്തുവും വീടും വിറ്റതാ. എനിക്ക് അത് എൻ്റെ കണ്ടീഷനിൽ ഞാൻ ഇപ്പം നാട്ടിൽ പോകാനോ എനിക്ക് അവിടെ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എൻ്റെ അത് തിരിച്ചു കിട്ടണം. എത്ര രൂപ? അന്ന് 10 വർഷമായി 5 ലക്ഷം രൂപയ്ക്ക് വിറ്റതാ വീടും. ഡൽഹിയിൽ പോയിട്ട് എത്ര അല്ലേ? ഡൽഹിയിൽ ഇപ്പം 8-9 വർഷമായി. മക്കളും കൊണ്ടുപോയി? ഈ പോണടത്തൊക്കെ നിങ്ങളെ മക്കളെ കൊണ്ടുപോയി? എന്നിട്ടിപ്പോ ഈ ഡൽഹിയിൽ കച്ചവടം ചെയ്തു? ഡൽഹിയിൽ കച്ചവടം കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഹോട്ടലൊക്കെ വാടകയ്ക്ക് കടയൊക്കെ എടുത്ത് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്ന. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുമ്പോ ഈ പൈസ പ്രശ്നം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അതാണ് അന്വേഷിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ല? എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഇപ്പൊ നിങ്ങളാണോ പീടിക നടത്തുന്നത്? ഇപ്പൊ ഞാൻ തന്നെ നടത്തുന്നു. നിങ്ങൾക്ക് കച്ചവടമൊക്കെ പഠിച്ചാ? നന്നായിട്ട് അറിയാം. ലാഭമുണ്ടോ കച്ചവടത്തില്? ലാഭം ഇല്ല, ഞങ്ങൾക്ക് വാടകകളൊക്കെ കൂടുതലാണ്. വീടിന് വാടക കൂടുതൽ, കടയ്ക്ക് വാടക കൂടുതൽ. ഇപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ജോലിക്കാർ കുറവാ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇവിടെ വന്ന ഉദ്ദേശം എന്താ? ഇവിടെ വന്ന ഉദ്ദേശം എന്താ? പുള്ളി ഇപ്പൊ ഇതെല്ലാം കുറെ പൈസ പ്രശ്നം അവിടെ ദുബായിക്ക് പോയി. അവിടെ ഭാര്യയും മക്കളുമായിട്ടാണ് ഒപ്പമുള്ള ബന്ധം?
അവർ ആദ്യ ഭാര്യയും മക്കളുമായിട്ടാണ് ഇപ്പോൾ ഉള്ള ബന്ധം. അവരായിട്ട് ലോഹിയായി ആ നിങ്ങളെ പുറത്താക്കി. ആ അത് എന്നോട് പറഞ്ഞ് എനിക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാ നേരത്തെ കുട്ടിയൊക്കെ. അപ്പോൾ അവർ കാശുകാരായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ, എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് വെച്ചാൽ എൻ്റെതെല്ലാം അയാളാണ് നശിപ്പിച്ചത്. അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി, കാല് ചവിട്ടി അങ്ങോട്ട് മാറിയതാണ്. മാറി മൂത്ത മോനെ കണ്ട് ദുബൈയിൽ ഇപ്പോൾ കൊണ്ടുപോയി. ഇപ്പോൾ ദുബൈയിൽ ഉണ്ടെന്ന അറിവുണ്ട്. എനിക്ക് എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് വയസ്സാ ടൈമിൽ. എനിക്കത് തിരിച്ചു കിട്ടണം. എനിക്ക് വാങ്ങി തരാമെന്നുള്ള രേഖ തന്നിട്ടാണ് എനിക്കത് വിറ്റത്. അങ്ങനെ ഇപ്പോഴുള്ള ഡിമാൻഡ് എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഇനി ഭർത്താവായിട്ട് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്ന് പറഞ്ഞാൽ അവർ പോയി ഇവിടെ നിന്ന് കഴിഞ്ഞ 2015 ജൂലൈ 6 ഇവിടെ നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയ ആള് ജൂലൈ 16 എന്നുള്ള ട്രെയിനിൽ എനിക്ക് തലാക്ക് ലെറ്റർ അയച്ച്. അത് എന്ത് പറഞ്ഞാൽ അവർ പറഞ്ഞ്, അവരെ വൈഫും മക്കളും എല്ലാം കൂടി പറഞ്ഞ് അവർക്ക് തലാക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. അത് അങ്ങനെ ലെറ്റർ നിങ്ങളെ പ്രശ്നങ്ങൾ തീർത്തു തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രശ്നം അതെനിക്കറിയില്ല, അത് അവരോടാ പറഞ്ഞത്. എല്ലാ നിങ്ങളുടെ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാം. നിങ്ങൾ ഈ തലാക്ക് കിട്ടിയാല് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്താ വെച്ചാൽ, ഈ തലാക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കടങ്ങൾ തരണം, അല്ലാണ്ട് തലാക്ക് വാലിഡ് ആവില്ല. അത് അയച്ചിട്ട് പിന്നീട് എന്നോട് ലാസ്റ്റ് പറഞ്ഞ് അവരെന്നെ ചതിക്കുമായിരുന്നു, നീ അതങ്ങ് വലിച്ച് കീറിക്കളാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് എന്നോട് പറയുക, പൈസ കൊടുത്തില്ല അതുകൊണ്ട് അത് വലിച്ച് കീറിക്കളയാന്ന്. ലെറ്റർ അയച്ചില്ല, അത് തലാക്ക് ലെറ്റർ എനിക്ക് അയച്ചല്ലോ. അതിൽ ഡേറ്റ് കിടക്കുന്നത് ഇവിടുന്ന് പോയത് 6 അതിൽ കിടക്കുന്ന ഡേറ്റ് 16 ജൂലൈ 16. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ നടന്നതാ. ഡൽഹിയിൽ നിന്ന് പോകുന്നത് 6 16 ഡൈവോഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ തലാക്ക് ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഇത് ചെയ്തത്? അതൊന്നും ചെയ്തിട്ടില്ല, അതെന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത് തലാക്കല്ലേ വെച്ച് നിങ്ങൾ എവിടെ വെച്ചിട്ട് നിക്കാഹ് വെച്ച്? എൻ്റെ നാട്ടിൽ വെച്ച്. ആ പള്ളിയിൽ നിങ്ങൾ പരാതി കൊടുക്കും? പള്ളിയിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കും. എങ്ങനെ എന്നെ വഞ്ചിച്ച് പോയിട്ടുണ്ട് ഇയാൾ, എൻ്റെ എല്ലാവിധ അവകാശങ്ങളും വാങ്ങിച്ചു തരണം, ഇയാളെപ്പോഴത്തെ അഡ്രസ്സ് ഇതാണ്, ഇയാളെ നാട്ടിലെ അഡ്രസ്സ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മഹലിന് കത്തയക്കാൻ പറയാം. അവിടെ ഒരു മഹലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മഹലിൽ എൻ്റെ വിവാഹമോചനം ഒരു കാര്യത്തിലും ഞാൻ അംഗീകരിക്കുന്നില്ല, എൻ്റെ പൈസ കിട്ടാതെ. ഒരു വക്കീലിനെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യിച്ചിട്ട് ഈ മഹൽ കമ്മിറ്റിക്ക് അയക്കുക, ഒരു കോപ്പി ആൾക്ക് അയക്കുക. ആർക്ക്? ഈ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. മനസ്സിലായില്ലേ? ഇവിടുത്തെ കോടതിയിൽ ഒരു കേസ്, നിങ്ങളുടെ വർക്കല കോടതിയിൽ ഒരു കേസ് കൊടുക്കുക. കേസ് അവിടെ കിടക്കട്ടെ, വലിയ പൈസയൊന്നും വരില്ല. നിങ്ങളിപ്പോൾ ഏതായാലും നാട്ടിൽ വന്നിരിക്കുകയല്ലേ, വർക്കലയിൽ പോയി ഒരു വക്കീലിനെ കണ്ട് ആ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അത് ഒരു കത്ത് ജമാഅത്ത് കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്യാം. ഇപ്പോൾ ദുബായിലുണ്ട്. നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയാൽ മതി, അയാൾ ആവശ്യമില്ല. ഇല്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടിയത്. നിങ്ങളങ്ങ് ജീവിച്ചു പോക്കോളൂ. അത്രയുള്ള ഡിമാൻഡ് വളരെ സിമ്പിളാണ്. നന്നായി. ദുബായിലെ പ്രവാസലോകം പ്രവർത്തകരോടും സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളോടും കൂടിയാണ്. ഇതിൽ രണ്ടു കൂട്ടരും മക്കളുള്ളവരും വീണ്ടും വിവാഹം കഴിച്ചവരും. നിങ്ങൾക്കും ആൺകുട്ടികളുണ്ട്, ഇവർക്കും ആൺകുട്ടികളുണ്ട്. ഇവരുടെ പരാതി നിങ്ങൾ അവരുടെ സ്വത്ത് വിറ്റു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ ഇനി താല്പര്യമില്ല സൈനുദ്ദീൻ. അപ്പോൾ സൈനുദ്ദീനും സൈനുദ്ദീൻ്റെ പുത്രന്മാരും കുടുംബാംഗങ്ങളും ചെയ്യേണ്ടത്, ഒരു സ്ത്രീയുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തലാക്ക് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കണം. അതൊരു ന്യായമായ ആവശ്യം. അവർക്കും ഇപ്പോൾ നിങ്ങളെ ആവശ്യമില്ല. അവരുടെ ജീവിതം, അവർ 2 മക്കളുണ്ട്, ആൺമക്കളുണ്ട്, 20 വയസ്സായും 18 വയസ്സായ 2 ആൺമക്കളുണ്ട്. അവരുമായി ജീവിതം തുടർന്ന് പോകാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അവരൊരു ഷണ്ടക്കില്ല നിങ്ങളായിട്ട്. നിങ്ങൾ കൊടുത്ത കാശ് അവർക്ക് കിട്ടണം, അതവരുടെ ഒരു ആവശ്യം. അത് ന്യായമായ ആവശ്യമാണ് സൈനുദ്ദീൻ. വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളെ ഭർത്തൃ പദവിയിൽ അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന തലാക്ക് അവർ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിനൊരു കണ്ടീഷൻ മാത്രമേ, അവരെ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് ഏതാൾ കേട്ടാലും ന്യായം പറയുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കടണ്ട്, ഇവിടെ കടണ്ടാവുന്ന വിഷയമല്ല. അപ്പോൾ ആ ന്യായമായ
പൈസ തിരിച്ചു കൊടുക്കലാണ് ഒരു മനുഷ്യത്വപരമായ നിലപാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഉത്തരേന്ത്യയിൽ കൊടും തണുപ്പിലും ചൂടിലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവരുടെ ജീവിതം നയിക്കുന്നത്. ഡൽഹിയിലെ ചൂടും തണുപ്പൊക്കെ നമുക്കറിയാവുന്ന ഒരു ചെറിയ കട നടത്തിയിട്ട് 3-4 ആളോ ജോലി ചെയ്യുന്ന ഒരു ചായക്കട നടത്തി ഉപജീവനം നടത്തുന്ന ഒരു ആളാണ് ഇപ്പോൾ അവർ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വേഗം അവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണം. ഇതാണ് ഒരു മാന്യമായ സെറ്റിൽമെൻ്റാണ് ഇവർ വന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ആ മാന്യമായ സെറ്റിൽമെൻറ്റ് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, പ്രേക്ഷകർ അംഗീകരിക്കുകയാണ്, നിങ്ങളെ കുടുംബം അംഗീകരിക്കണം, ജുമായത്ത് അംഗീകരിക്കും, 2 കൂട്ടരുടെ യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒത്തുതീർപ്പാണ് അവർ നമ്മളടുത്ത് വരുന്നത്. അവർ നിസാമുദ്ദീൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആളാണ് എന്ന ഒരു ഇതുകൂടി അവർക്കുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ചെന്ന് നിരവധി മഹാത്മാക്കളുടെ കബറിടങ്ങളുള്ള ഒരു സ്ഥലമാണ് നിസാമുദ്ദീൻ. അദ്ദേഹം മാത്രമല്ല, പ്രശസ്തരായ നിരവധി കവികൾ എല്ലാം അന്തിയുറങ്ങുന്ന സ്ഥലത്താണ് ഇവർ വരുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം ഉണ്ടാക്കേണ്ടത് എല്ലാ പ്രേക്ഷകരുടെയും സുഹൃത്തുക്കളുടെയും കടമയാണ്. അതുകൊണ്ട് സൈനുദ്ദീൻ അവരെ വേണ്ട നിലയിൽ പരിഗണിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി മക്കളും പാനോപദേശിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോരെ? ശരി.